നമസ്കാരം. കുറച്ച് ദിവസം മുമ്പ് 2-3 ദിവസം മുമ്പ് നമ്മുടെ ഡ്രീം ക്യാച്ചർ ആര്യ എന്ന് പറഞ്ഞ കുട്ടിനെ നമുക്കറിയാലോ. ഇൻസ്റ്റഗ്രാമിലും നമ്മുടെ ടിക്ടോക്ക് തുടങ്ങിയിട്ടുള്ള സമയത്ത് ഭയങ്കര രീതിയിൽ നല്ല ഒരു ഫെയിമിൽ നിന്ന ഒരു കുട്ടിയാണ്. ഇപ്പോഴും നിൽക്കുന്നുണ്ട്. പിന്നെ ഏതൊരു സീരിയലിൽ ഇപ്പോൾ നിലവിൽ അഭിനയിക്കുന്നുണ്ട്. നല്ല രീതിയിൽ പോവാണ്. പുള്ളിക്കാരുടെ കല്യാണമൊക്കെ ഇപ്പോൾ കഴിഞ്ഞു. അപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ പുള്ളിന്റെ ആ ഒരു ഇതില് പെട്ടെന്ന് ഒരു ദിവസം അക്കൗണ്ടിൽ ഒരു പോസ്റ്റ് നിലവിൽ വന്നു. ആ ഒരു പോസ്റ്റ് ഇങ്ങനെയാണ്: ഹലോ ഫാമിലി എന്ന് പറഞ്ഞ് തുടങ്ങുന്നതാണ്. എന്നെ ഒരുപാട് സ്നേഹിക്കുകയും ഞാൻ ഈ നിലയിലെത്താൻ എന്റെ കൂടെ നിന്നവർക്കും വേണ്ടിയാണ് ഈ പോസ്റ്റ്. കഴിഞ്ഞ 4 വർഷമായി ഞാൻ ശരത്തേട്ടനുമായി എൻഗേജ്ഡ് ആണെന്നും ആ വ്യക്തിയെ തന്നെയാണ് ഞാൻ കല്യാണം കഴിച്ചതെന്നും എന്നെ ഫോളോ ചെയ്യുന്ന എല്ലാവർക്കും അറിയാവുന്നതാണ്. ഈ 4 വർഷ കാലയളവിൽ നടന്ന എന്റെ എൻഗേജ്മെന്റ്, എന്റെ കല്യാണം എല്ലാം തന്നെ പബ്ലിക്കായി എല്ലാവരെയും അറിയിച്ചു നടത്തിയ ചടങ്ങുകളാണ്. ആ സമയത്തൊന്നും തന്നെ ഉന്നയിക്കാത്ത ആരോപണങ്ങളാണ് എന്നെയും എന്റെ കുടുംബത്തെയും അപകീർത്തിപ്പെടുത്താൻ വേണ്ടി ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. സന്തോഷകരമായി പോകുന്ന എന്റെ ലൈഫിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഇപ്പോൾ ഫേക്ക് അലിഗേഷൻ നടത്തിയിരിക്കുന്ന രഞ്ജിത്ത് കൃഷ്ണൻ എന്ന ആൾ എന്റെ അച്ഛനുമായി സാമ്പത്തിക ഇടപാടിൽ ശത്രുതയുള്ള വ്യക്തിയാണ്. അതിന്റെ പേരിൽ എന്നെ അപകീർത്തിപ്പെടുത്താനാണ് അയാൾ ഇപ്പോൾ ശ്രമിക്കുന്നത്. ആർട്ടിസ്റ്റും ഇൻഫ്ലുവൻസറുമായ എനിക്കെതിരെ ഇങ്ങനെ ഒരു ഫേക്ക് അലിഗേഷൻ നടത്തിയതിനാൽ അത് എത്രത്തോളം ആളുകളിലേക്ക് എത്തുമെന്ന് വ്യക്തമായ പ്ലാനിങ്ങോട് കൂടിയാണ് ഇത് ചെയ്തിരിക്കുന്നത് എന്ന് പറഞ്ഞ ഒരു ഇൻസ്റ്റാഗ്രാമിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ആര്യ. കഴിഞ്ഞ ദിവസം കുറച്ച് ആളുകൾക്ക് മുമ്പാണ് ഇവിടെ ഒരു കല്യാണമൊക്കെ കഴിഞ്ഞത്. പിന്നെ ആലോചിക്കണം, ഇതിപ്പോ ഫാൻസ് എന്ന് വെച്ചാൽ പുള്ളിക്കാരനെ സ്നേഹിക്കുന്നവരായാലും ഹേറ്റേഴ്സ് ആയാലും ഒരു കാര്യം ആലോചിക്കണം: റിയൽ ഈസ് നോട്ട് എ റിയൽ എന്നുള്ളതാണ്. കാരണം നമ്മൾ റീലിൽ കാണുന്നതൊന്നും അല്ല അവരുടെ ചിലപ്പോഴത്തെ യഥാർത്ഥ ഫേസ്. ചിലവര് അവരുടെ ജീവിതം തന്നെ ചിലപ്പോൾ അതിലെടുത്ത് കാണിക്കുന്നുണ്ടാവും. എന്നാലും അതില് കുറച്ച് റീലും കലർന്നു വരുന്ന ഒരു സംഭവമാണ്. അതുകൊണ്ട് റിയൽ ഈസ് നോട്ട് റിയൽ എന്നാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് പുറമെ എന്ന് വെച്ചാൽ ക്യാമറ ഓഫ് ആയി കഴിഞ്ഞാൽ അവരുടെ ലൈഫിൽ എന്ത് നടക്കുന്നുണ്ട് എന്നുള്ള കാര്യം പോലും നമുക്ക് അറിയാത്തത് ചിലപ്പോൾ ഉള്ളതായിരിക്കും, ഇല്ലാത്തതായിരിക്കും. അപ്പൊ ഈ ഒരു അലിഗേഷൻ എന്ന് വെച്ചാൽ ആര്യയുമായിട്ട് പ്രണയത്തിലായിരുന്ന മുൻ കാമുകൻ എന്ന് പറഞ്ഞ് അവതരിച്ച ആ ഒരു വ്യക്തി രഞ്ജിത്ത് കൃഷ്ണനാണ്. എന്തായിരുന്നു അയാളുടെ പേര്? രഞ്ജിത്ത് കൃഷ്ണൻ എന്ന് പറഞ്ഞ ഒരാള് ഇപ്പൊ നിലവിൽ കുറെ യൂട്യൂബ് ചാനലുകൾക്ക് ഇന്റർവ്യൂ നിലവിൽ കൊടുത്തോണ്ടിരിക്കുകയാണ്, വിത്ത് തെളിവടക്കം. കാരണം ഞാനും ആര്യയും തമ്മിലുള്ള ബന്ധം ഇതായിരുന്നു. പുള്ളിക്കാരിക്ക് അണ്ടർസ്കേർട്ട് വരെ മേടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു, ക്രീം, ഫോണ്, അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ മേടിച്ചു കൊടുത്തു. ഒരേ ഹോട്ടൽ റൂമിലൊക്കെ താമസിച്ചിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഇപ്പോൾ ഒരു അലിഗേഷനുമായിട്ട് പുള്ളിക്കാരൻ വന്നിരിക്കുകയാണ്. ഇതിൽ എത്രത്തോളം സത്യസന്ധത ഉണ്ട് അല്ലെങ്കിൽ ഇത് എന്തിന്റെ ടാർഗറ്റ് ചെയ്തിട്ടാണെന്നുള്ള കാര്യം നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. കാരണം അത് എന്താ പ്രശ്നം എന്നുള്ളത് അല്ലെങ്കിൽ ഇത് എങ്ങനെയാണ്, ആരുടെ ഭാഗത്താണ് ശരി, ആരുടെ ഭാഗത്ത് തെറ്റ് എന്നുള്ളത് ഇവർക്ക് രണ്ടുപേർക്കും മാത്രം നിലവിൽ അറിയുള്ളൂ. ആര്യ പറഞ്ഞ എനിക്കൊരു ബന്ധവുമില്ല, ഞങ്ങളുമായിട്ട് അറിയില്ല, അച്ഛനുമായിട്ടുള്ള സാമ്പത്തിക ഇടപാടിൽ എന്നെ അപകീർത്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യുന്നു എന്നാണ് പുള്ളിക്കാരൻ പറയുന്നത്. മറിച്ച് വന്നിരിക്കുന്ന വ്യക്തി വിത്ത് എവിഡൻസ് ഇങ്ങനെയുള്ള ആര്യമായിട്ടുള്ള എത്ര ബന്ധമുണ്ട്, ഇങ്ങനെ സാധനങ്ങളൊക്കെ മേടിച്ചു കൊടുത്തിട്ടുണ്ട്, കോൾ ലിസ്റ്റ് പരിശോധിക്കുക, ഞങ്ങൾ തമ്മിലുള്ള ഫോട്ടോ ഉണ്ട്, വീഡിയോസ് ഉണ്ട്. പക്ഷെ അവരൊരു ഫാമിലി ആയിട്ട് നിൽക്കുന്ന സമയത്ത് എനിക്ക് ഇതൊക്കെ ഒന്ന് വെളിയിൽ വിടാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞാണ് പുള്ളി പറയുന്നത്. പക്ഷെ വേണ്ടി വന്നാൽ അത് കാണിക്കാനും മടിയില്ല എന്ന് തന്നെയാണ് പുള്ളിക്കാരൻ പറയുന്നത്. അപ്പോ ഈ ഒരു അലിഗേഷൻ നടന്നുകൊണ്ട് ഇഷ്ടം പോലെ യൂട്യൂബ് ചാനലുകളിൽ നിലവിൽ ആ പുള്ളിക്കാരന്റെ ഇന്റർവ്യൂ നിലവിൽ വന്നിട്ടുണ്ട്. ഇത്രയും വർഷം ഈ ഒരു ചാനലുകളിൽ പുള്ളിക്കാരനായിട്ട് കൊടുത്താൽ ഇത് എങ്ങനെ ഒരു കേസ് ഉണ്ട് മീഡിയക്കാരാണ് പുള്ളിന്റെ അടുത്ത് വന്നത് എന്നുള്ളത് ഒരു വാസ്തവമായിട്ടുള്ള കാര്യമാണ്. കാരണം ഈ ഒരു കേസ് നടക്കുന്നുള്ള കാര്യമൊക്കെ വ്യക്തമായിട്ടുള്ള ഒരു തന്നെയാണ്. പണമിടപായിട്ട് സംബന്ധിച്ചിട്ടുള്ള എന്തിനാണ് ഇങ്ങനെയുള്ള ഒരു തൊഴിലുറപ്പുള്ള ആൾക്കാരെ കാണുമ്പോഴേക്ക് പൈസ കോരി കൊണ്ടുപോയിട്ട് വാരിക്കോരി കൊടുക്കണം എന്നുള്ള കാര്യം എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല. എന്തായാലും കിട്ടിയതും പോയി, ഉള്ളതും പോയി കിട്ടിയതും പോയി എന്നൊക്കെ പറഞ്ഞ പോലെ അക്ഷരത്തുള്ളത് പോവുകയും ചെയ്യും, ഉത്തരത്തുള്ളത് കിട്ടിയില്ല എന്ന് പറഞ്ഞ ഒരു അവസ്ഥയാണ്. അപ്പോ ആ പുള്ളിക്കാരൻ പറയുന്ന കുറച്ച് ഭാഗങ്ങൾ ഞാൻ ഇവിടെ വയ്ക്കാം. നിൽക്കുന്നതാണ്. അപ്പൊ അതുകൊണ്ട് എനിക്ക് തൽക്കാലം ഒന്ന് മുഖം കാണിച്ച് ചെയ്യാൻ നിവൃത്തിയില്ലാത്ത സാഹചര്യമുണ്ട്. അതുകൊണ്ടാണ് ഈ ആര്യ അനിലും രഞ്ജിത്തും തമ്മിലുള്ള ഒരു ബന്ധം തുടങ്ങുന്നത് എപ്പോഴാണ്, എങ്ങനെയാണെന്നൊന്ന് പറയാമോ? 2017 മുതലാണ്. ഞാൻ ആക്ച്വലി ബാങ്കിൽ വർക്ക് ചെയ്യുമ്പോൾ എഡ്യൂക്കേഷൻ ലോൺ എടുത്തൊരു ക്ലയൻ്റായിട്ട് കസ്റ്റമറായിട്ട് ബാങ്കിൽ വന്ന ആളാണ് ആര്യ. അതിനുശേഷം ആര്യയ്ക്ക് ഒരു ലാപ്ടോപ്പ് എടുക്കുന്ന ആവശ്യമായിട്ട് ബന്ധപ്പെട്ട് എന്നെ മാനേജർ ആര്യയ്ക്ക് പരിചയപ്പെടുത്തി കൊടുക്കുകയും ആര്യയുടെ അച്ഛനെ പരിചയപ്പെടുത്തി കൊടുക്കുകയും അതുമായിട്ട് എന്നെ സമീപിക്കുകയും അങ്ങനെയാണ് ഒരു ലാപ്ടോപ്പ് എടുത്ത് കൊടുത്ത മുതലുള്ള ബന്ധമാണ്. ഈ ലാപ്ടോപ്പ് എടുത്തത്
എങ്ങനെയാണ്, എവിടെ നിന്നാണ്, ആരുടെ കാശിനാണ്, എങ്ങനെയാണ്? ലാപ്ടോപ്പ് എടുത്തതെന്ന് വെച്ചാൽ ആക്ച്വലി ആദ്യമേ അവർക്ക് ഒരു സെക്കൻഡ് ലാപ്ടോപ്പ് അവരെടുത്തിരുന്നു. അവർക്കത് പറ്റാത്ത സാഹചര്യത്തിൽ അവരത് തിരിച്ച് ഷോപ്പിൽ കൊടുത്ത് അവരുടെ അമ്മ അയച്ചു കൊടുത്ത 20,000 രൂപ അവരുടെ കയ്യിലുണ്ടായിരുന്നു. അതിനുശേഷം വീണ്ടും വേറൊരു സെക്കൻഡ് ലാപ്ടോപ്പ് തന്നെ എടുത്തു കൊടുത്തു. 20,000 രൂപയ്ക്ക് എനിക്ക് പരിചയത്തിലുള്ള ഒരു സുഹൃത്തിൻ്റെ അടുത്ത് നിന്ന് എടുത്തു കൊടുത്തപ്പോൾ അതുമായിട്ട് ആര്യ ബാംഗ്ലൂർക്ക് പോയി കോളേജിൽ വെച്ച് അത് ഓപ്പൺ ചെയ്യുമ്പോൾ വർക്ക് ആവുന്നില്ല. സ്ലോ എന്തോ ഹാങ് ആവുന്നൊരു വിഷയം വന്നപ്പോൾ എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് അയച്ചു, വർക്കാവുന്നില്ല. അങ്ങനെ പറഞ്ഞൊരു പുതിയത് കിട്ടിയിരുന്നെങ്കിൽ, പുതിയൊരു ലാപ്ടോപ്പ് ആയിരുന്നെങ്കിൽ ഇതൊന്നും പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു എന്നുള്ള ഇതിൽ ചോദിച്ചു. അപ്പോൾ ഞാൻ ചോദിച്ചു, EMI എടുത്തു കഴിഞ്ഞാൽ EMI ലാപ്ടോപ്പ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടയ്ക്കാൻ പറ്റുമോ, അങ്ങനെയുള്ള കാര്യങ്ങൾ ചോദിച്ചപ്പോൾ ആര് പറഞ്ഞു അടുത്ത മാസം അമ്മ വരും, അമ്മ വന്നു കഴിഞ്ഞാൽ നമുക്ക് EMI എടുത്താണെങ്കിലും എങ്ങനെയാണെങ്കിലും ക്ലോസ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ EMI ഇവർക്ക് സിബിൽ സ്കോറും ലോണൊക്കെ റീപേയ്മെൻറ്റ് കൃത്യമായിട്ട് അടയ്ക്കാത്തത് കാരണം അവർക്ക് ലോൺ കിട്ടാത്തൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ലുലു കണക്റ്റിൽ നിന്ന് ക്യാഷ് കൊടുത്താണ് വാങ്ങിച്ചു കൊടുത്തത്. അതിൻ്റെ ഇൻഷുറൻസും ബില്ലും കാര്യങ്ങളും എല്ലാം എൻ്റെ പേര് തന്നെയാണ്. ആര്യ ഇപ്പോൾ ഉപയോഗിക്കുന്ന IP അഡ്രസ്സിൽ ചെക്ക് ചെയ്ത കൃത്യമായിട്ട്. പുള്ളീൻ്റെ പരിചയം ഉള്ളത് ആ ബാങ്കിൽ ഇടപാടുമായിട്ട്, സ്റ്റഡി ലോണിൻ്റെ സംബന്ധമായിട്ടുള്ളതും പിന്നെ ലാപ്ടോപ്പ് വിഷയമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ, അങ്ങനെയാണ് അവർ പരിചയപ്പെട്ടതെന്നാണ് ഈ പറഞ്ഞ വ്യക്തി പറയുന്നത്. അങ്ങനെയുള്ള സംഭാഷണങ്ങൾ കൂടെ ഇങ്ങനെ കടന്നു പോയി എന്നുള്ള കാര്യമാണ് പറയുന്നത്. ഇത് ഞാൻ ഇപ്പോൾ പറയുന്നത് രണ്ട് ഭാഗത്തും നമ്മൾ നിന്ന് സംസാരിക്കാൻ പറ്റില്ല. കാരണം പുള്ളി പറയുന്നത് പുള്ളിൻ്റെതായ ന്യായമാണ്, അപ്പുറത്ത് നിൽക്കുന്ന ആള് അവൻ്റെതായ ന്യായമായിരിക്കും പറയുണ്ടാവുക. പിന്നെ ചിലപ്പോൾ പുള്ളിക്കാരി നുണ പറയുണ്ടാവും, ചിലപ്പോൾ ആൾ നുണ പറയുണ്ടാവും. അത് നമുക്കറിയില്ല. കാരണം ഇതൊരു കേസ് ആയിട്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് ഈ ഒരു കേസിന്റെ ഒരു അന്തിമ വിധി വരാൻ നമുക്ക് ഒരാദ്യം കൂടെ നിൽക്കാൻ പറ്റില്ല. പക്ഷെ പുള്ളിക്കാരൊരു തെളിവുകളൊക്കെ നിരത്തിയിട്ടാണ് ഇങ്ങനെ ഫ്ലിപ്കാർട്ട് വഴി സാധനമൊക്കെ മേടിച്ചതിന്റെ തെളിവുകളൊക്കെ നിരത്തിയിട്ടാണ് പുള്ളി സംസാരിക്കുന്നത്. ഇങ്ങനെ കോൾ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ പണം തട്ടിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിൻ്റെതായ ശിക്ഷ ഈ പറഞ്ഞ വ്യക്തി ഈ ആര്യ എന്ന് പറഞ്ഞ ആള് അനുഭവിക്കണം എന്ന് തന്നെ പറയാനുള്ളൂ. കാരണം ഒരാളിനെ വിവാഹം ചെയ്യാന്നൊക്കെ പറഞ്ഞ് വാഗ്ദാനം നൽകി പൈസയൊക്കെ തട്ടിയെടുത്ത് പിന്നെ അവിടെ നിന്ന് മാറി നിന്നു, ഒഴിഞ്ഞു മാറി എന്നാണ് ഈ പറഞ്ഞ പുള്ളിക്കാരൻ പറയുന്ന അലിഗേഷൻ. അപ്പോ അങ്ങനെ വല്ലതും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതൊരു വിവാഹ തട്ടിപ്പ് എന്നുള്ള ലെവലില് മാറേണ്ടി വരും. അപ്പൊ കുറച്ച് ഭാഗങ്ങളോട് കേൾക്കാം. ആര്യമായിട്ട് കോണ്ടാക്ട് ഇല്ലാത്ത സമയത്ത്, ആ പിരിഞ്ഞ സമയത്ത് ആര്യമായിട്ട് പിന്നെ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ വേറെ കേസും കാര്യങ്ങളൊക്കെ കൊടുക്കും എന്നുള്ളൊരു ചെറിയൊരു ഇതുണ്ടായിരുന്നു. ആ വിഷയം ഉള്ളതുകൊണ്ട് ആര്യയുടെ അച്ഛനാണ് പറഞ്ഞത് ആര്യയെ കോണ്ടാക്ട് ചെയ്യേണ്ട, ഞാൻ തരാമെന്ന് പറഞ്ഞ് എൻ്റെ അക്കൗണ്ട് നമ്പർ മേടിച്ചിട്ട് ആര്യയുടെ അക്കൗണ്ടിൽ നിന്ന് 10 ലക്ഷം രൂപ അയക്കാമെന്ന് പറഞ്ഞാണ് അക്കൗണ്ട് നമ്പർ മേടിച്ചിട്ട് പോയത്. ഒരു 4 ലക്ഷം രൂപ അയച്ചിട്ട് പറഞ്ഞു 2 ലക്ഷം ചെയ്ത് 2-3 തവണയായിട്ട് ബാലൻസ് എമൗണ്ട് മുഴുവൻ പൈസയും തന്നു തീർക്കാമെന്ന് പറഞ്ഞു. പക്ഷേ അവർ ലോൺ എടുക്കാമെന്നും അവരുടെ അമ്മയുടെ വീട്ടിൽ നിന്ന് ഷെയർ കിട്ടാനുണ്ടെന്നും അങ്ങനെയൊക്കെ പറഞ്ഞാണ് ഇതെന്നെ കൊണ്ട് തിരിച്ചു തരാമെന്നുള്ള ഇതിലാണ് വീട് പണിയുടെ കാര്യങ്ങൾ ചെയ്യിപ്പിച്ചിരുന്നത്. എന്നാൽ അവർ തിരിച്ചു തരാൻ അവർക്ക് പിന്നീട് 2 മാസം കഴിഞ്ഞ് 3 മാസം കഴിഞ്ഞ് 4 മാസം ഓരോ അവധി പറഞ്ഞ് നീട്ടിക്കൊണ്ട് പോകുന്നതല്ലാതെ പൈസ തരുന്നതിനെ കുറിച്ച് അല്ലെങ്കിൽ പൈസ തരാൻ ഉദ്ദേശിച്ചില്ല. ഓരോ ഡേറ്റ് പറയും. ഇപ്പോൾ ഒരു 30-ാം തീയതി പറയും, 30-ാം തീയതി നമ്മൾ വിളിക്കുമ്പോൾ പറയും 10-ാം തീയതി പറയും, 10-ാം തീയതി വിളിക്കുമ്പോൾ വീണ്ടും 20 പറയും. അങ്ങനെ ആര്യയുടെ അച്ഛൻ ആര്യ പറയുന്നതനുസരിച്ച് നീട്ടിക്ക് പറഞ്ഞുകൊണ്ട് പോകുമായിരുന്നു. അങ്ങനെ വന്നപ്പോൾ ഞാൻ പിന്നീട് ഒരു ദിവസം വിളിച്ച് ഒരു 5-6 മാസം കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഒരു ദിവസം കോൺടാക്ട് ചെയ്തപ്പോൾ ഇനി വിളിച്ച് ഞങ്ങൾക്ക് പൈസ തരാൻ ഇപ്പോൾ നിവൃത്തിയില്ല, പൈസ ഇനി കൂടുതൽ കോളുകളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഞാൻ വേറെ രീതിയിൽ കേസ് കൊടുക്കും, അങ്ങനെ ഭീഷണി ഉണ്ടായി എനിക്ക്. അതുകൊണ്ട് ഞാൻ പിന്നീട് വിളിക്കാൻ പോയില്ല അവരെ. അപ്പോൾ ഞാൻ എൻ്റെ സുഹൃത്തായിട്ട് ഡിസ്കസ് ചെയ്തപ്പോൾ ഇത്രയും ലക്ഷക്കണക്കിന് രൂപ എന്തിനു കൊടുത്തു എന്നുള്ളൊരു ചോദ്യമാണ് നിൽക്കുക. വീട് പണിക്ക് വീട് ആവശ്യത്തിന് എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ പറയുന്നുണ്ട്. എന്നാൽ ഇത്രയും ലക്ഷം രൂപ കൊടുക്കണ തരത്തിലുള്ള ഒരു ബന്ധം ഇതിപ്പോ നിലവില് അച്ഛനുമായിട്ടുള്ള ഒരു ഇത് തന്നെയാണ് പറയുന്നത്. പുള്ളിക്കാരന് തന്നിട്ടുള്ള പൈസ തന്നില്ല എന്നാണ് പറയുന്നത്. എന്ത് തന്നെ ആയാലും ഒരു പണമിടപാട് നടത്തുന്ന സമയത്ത് അതിന് വ്യക്തമായ ഒരു എവിഡൻസ് വെച്ചിട്ട് പണമിടപാട് നടത്തുന്നതല്ലേ നല്ലത്. അതോ ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും കാണുന്ന പോലെയുള്ള ഒരു തൊലിനിറം കണ്ടിട്ട് ഒരാളുടെ മുന്നിൽ കിടന്ന് ചാടി, അതും എല്ലാം കഴിഞ്ഞ് അവരുടെ ഒരു ലൈഫ് സെറ്റായിട്ട് പിന്നെ ഒരു മീഡിയന്റെ മുന്നിൽ വന്നിട്ട് ഇത് ഇങ്ങനെയല്ല അങ്ങനെയാണ് എന്നൊക്കെ പറയുമ്പോൾ ആ പറഞ്ഞ വ്യക്തിക്ക് അത് എത്രത്തോളം അത് ബാധിക്കുന്നു എന്നുള്ള കാര്യം കൂടി ചിന്തിക്കേണ്ടത് ന്യായമായിട്ടുള്ള ഒരു കാര്യമാണ്. നിങ്ങളുടെ കല്യാണം കഴിഞ്ഞില്ലയോ എന്നുള്ളതല്ല, പക്ഷെ നിങ്ങൾ ആരോപണം ഉന്നയിക്കുന്ന വ്യക്തി ഇപ്പോൾ ഒരു കുടുംബജീവിതമായിട്ട് മുന്നോട്ട് പോവുകയാണ്. അത് നിങ്ങളെ പറ്റിച്ചുണ്ടാക്കിയ പൈസയും കൊണ്ടാണെന്നൊക്കെ നിങ്ങൾ പറയുന്നുണ്ട്, ശരിയാണ്. ലീഗലി മൂവ് ചെയ്യാതെ ഇതിപ്പോ ഒരാളുടെ പേരടക്കം പറഞ്ഞ്, കാരണം കോടതി പറയുന്നത് വരെ എല്ലാവരും ഒരു ഇതിൽ നിൽക്കുന്ന ആരോപിതർ മാത്രമാണ്.
അപ്പോൾ കോടതി പറയുന്നത് വരെ എല്ലാവരുടെയും പേര് വരെ പറഞ്ഞിങ്ങനെയാണ് അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് ഫോട്ടോ അടക്കം വിടുന്ന സമയത്ത് ആലോചിക്കണം. അതിപ്പോ ചെക്കനായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ ആര് തന്നെ ആയിക്കോട്ടെ, അവരുടെ ഫോട്ടോ വരെ നിൽക്കുമ്പോൾ ചിലപ്പോൾ ഇതിലൊരു കഴമ്പും ഇല്ലാന്ന് കണ്ടു കഴിഞ്ഞാൽ ഫോട്ടോ വിട്ടതിന് എന്ത് ചെയ്യാൻ പറ്റും? ഫോട്ടോ പുറത്ത് വിട്ടതിന് പുള്ളിക്കാരി ഫാമിലി ആയിട്ട് ജീവിക്കുന്ന ഒരാളല്ലേ. ഇതൊക്കെ ആലോചിക്കണം. പിന്നെ ഈ പൈസ എന്തായാലും നിങ്ങളുടെ അറിവോടെ തന്നെയല്ലേ കൊണ്ട് കൊടുത്തത്. ആര് വേണം പറഞ്ഞിട്ട് പിടിച്ചു വാങ്ങി കഴുത്തിന് കത്തി വെച്ചിട്ട് എല്ലാവരും മേടിച്ചത് കൊണ്ട് ഇഷ്ടപ്രകാരം കൊണ്ട് കൊടുത്തതല്ലേ. തിരിച്ചു കിട്ടാണ്ടാവുമ്പോൾ അതിന്റെ നിയമ നടപടി സ്വീകരിക്കണവരെ ഇങ്ങനെ വന്നിട്ട് ഈ ചാനലുകളിലൊന്നും വന്ന് സംസാരിച്ചിരുന്നത് 4 പേര് അറിയുന്നല്ലാതെ ചാനലുകളല്ല കോടതി എന്നുള്ള കാര്യം നിങ്ങൾ വ്യക്തമായി മനസ്സിലാക്കേണ്ടത് അനിവാര്യമാണ്. ആയിരുന്നതിന് എന്ത് തെളിവാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ എൻ്റെ കോൾ ഹിസ്റ്ററി തന്നെ പരിശോധിച്ച് കഴിഞ്ഞാൽ അച്ഛൻ്റെ കൂട്ടുകാരനാണെങ്കിൽ അച്ഛൻ്റെ കൂട്ടുകാരനെ നിരന്തരം വിളിച്ച് സംസാരിക്കുകയോ അല്ലെങ്കിൽ ഒരു ദിവസം എല്ലാ ടൈമിലും കോൺടാക്ട് ചെയ്യുകയോ അല്ലെങ്കിൽ എൻ്റെ കോൾ ഹിസ്റ്ററി, അതായത് 2017 മുതൽ 2021 വരെയുള്ള എൻ്റെ കോൾ ഹിസ്റ്ററിയിൽ ആര്യയുടെ നമ്പറുമായിട്ടുള്ള കോൺടാക്ട് നോക്കിയാൽ മതി. പിന്നെ എൻ്റെ ഫ്ലിപ്കാർട്ട് വഴി ഞാൻ ഓരോ സാധനങ്ങൾ വാങ്ങിച്ചിരിക്കുന്നതിൻ്റെ ബില്ലുകൾ, ഡീറ്റെയിൽസ്, ആര്യയ്ക്ക് ഓരോ സാധനങ്ങൾ പർച്ചേസ് ചെയ്ത് കൊടുത്തുന്ന കാര്യങ്ങൾ, പിന്നെ അതുകൂടാതെ എന്താ പറയുക, ആര്യ ഉപയോഗിക്കുന്ന മൊബൈൽ ആരുടെ പേരിൽ ബില്ലടിച്ച IMEI നമ്പർ നോക്കി അറിയാൻ പറ്റും. ഞാൻ മേടിച്ചു കൊടുത്ത ഫോൺ, ഞാൻ മേടിച്ച ലാപ്ടോപ്പ്, ആര്യയുടെ വീട്ടിലോ പല സാധനങ്ങളും ഞാൻ അങ്ങനെ ഒരു റിലേഷൻ ഒരു അച്ഛൻ്റെ കൂട്ടുകാരനായിട്ട് എല്ലാവർക്കും ഉണ്ടാവുമെന്ന് എനിക്കറിയത്തില്ല. ഇപ്പോൾ ചേട്ടനെ കൊണ്ട് കുറേ സാധനങ്ങൾ ഫ്ലിപ്കാർട്ടിൽ നിന്നും മറ്റുമായിട്ട് ഓർഡർ ചെയ്യിപ്പിച്ചു എന്നൊക്കെ ചേട്ടൻ പറയുന്നുണ്ട്. ഇതിനൊക്കെ എന്തെങ്കിലും തെളിവുണ്ടോ? തെളിവെന്ന് പറഞ്ഞാൽ അണ്ടർ സ്കേർട്ടുകൾ, ഡ്രിമ്മർ, പല സാധനങ്ങളും, ക്രീം, കണ്ണെഴുതുന്ന ഐലൈനർ, അങ്ങനെയുള്ള പല സാധനങ്ങളും എന്നെ കൊണ്ട് ഫ്ലിപ്കാർട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാൻ ഇത് കണ്ടോ, ഇത് ഒലയുടെ ക്രീം ആര്യ എൻ അനിൽ 5/11 യശോദ നിലയ 7th ക്രോസ് റോഡ് ലക്ഷ്മി ലേത്ത് മുന്നക്കോല മെയിൻ റോഡ് മാർത്തഹള്ളി PO ബാംഗ്ലൂർ 560037. അതായത് ആര്യ ബാംഗ്ലൂർ ആയിരുന്ന സമയത്ത് ബാംഗ്ലൂരിൽ ആര്യക്ക് ഞാൻ എടുത്തു കൊടുത്ത 1 RK ഫ്ലാറ്റിൽ ആര്യ താമസിക്കുന്ന അടുത്തേക്ക് ഡെലിവറി അയക്കുന്ന സാധനങ്ങളാണ്. ഇത് ഓലയുടെ ക്രീമാണ്. ഇത് എന്തായാലും പൈസ ഇതാ ഹബിയായി എന്നൊക്കെ കണ്ടു. എന്തായാലും തെറ്റ് ആരാണോ ഇത് വിവാഹ വാഗ്ദാനം നൽകി പണം തട്ടിപ്പ് എന്നൊക്കെ പറയണ ഹണി ട്രാപ്പിന്റെ ഒക്കെ ലെവലൊക്കെ ആണെന്നൊക്കെ തോന്നുന്നുണ്ട്. എനിക്കറിയില്ല നിയമവശങ്ങളൊക്കെ എന്താണെന്നുള്ളത്. അത് ഇങ്ങനെയുള്ള ഒരു സെലിബ്രിറ്റിന്റെ ഒക്കെ പേരും പറഞ്ഞ് ഉന്നയിക്കുമ്പോൾ അതിലെന്തെങ്കിലും സത്യാവസ്ഥ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു സെലിബ്രിറ്റി നോക്കണ്ട, നിയമ നടപടികൾ എല്ലാവർക്കും ഒരേപോലെയാണ് എന്നുള്ള കാര്യം മറക്കണ്ട. മറിച്ച് ഈ പറയണതെല്ലാം നുണയാണ് എന്നുണ്ടെങ്കിൽ ഇതേ ശിക്ഷയും കാര്യങ്ങളെല്ലാം ഈ പറയുന്ന ആരോപണം ഉന്നയിക്കുന്ന വ്യക്തിക്കും കിട്ടണം. കാരണം പൈസ പോയത് നിങ്ങളുടെയാണെന്നാണ് നിങ്ങളുടെ ആരോപണം. അതിനുള്ള തെളിവുകൾ സഹിതം പുള്ളിക്കാരൻ നിരത്തുന്നുണ്ട്. പക്ഷെ ഞാനിപ്പോ ഇതിന്റെ ആരിന്റെ സൈഡ് നിൽക്കാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കോടതി നിൽക്കുന്ന കേസാണ്. അപ്പൊ കോടതി പറയണത് ആര് തെറ്റ് ചെയ്തു എന്നുള്ളത്. ഇത് രണ്ടുപേരും രണ്ട് ഭാഗത്ത് മറ്റുള്ള പുള്ളിക്കാർ പറയണത് എനിക്ക് അറിയില്ല, അച്ഛനായിട്ടുള്ള സാമ്പത്തിക ഇടപാട് നടത്തിയ ഒരാളാണെന്നുള്ളത്, അച്ഛന്റെ കൂട്ടുകാരനാണെന്നുള്ളത്. പക്ഷെ ഈ പുള്ളിക്കാരൻ പറയുന്നു അച്ഛന്റെ കൂട്ടുകാരനല്ല, ഞങ്ങൾ തമ്മിൽ പല ബന്ധങ്ങളുണ്ട്, ഞങ്ങൾ ഹോട്ടൽ റൂമുകളിൽ താമസിച്ചതിന്റെ തെളിവുകൾ എൻ്റെ ഉണ്ട്, ഫോട്ടോസ് ഉണ്ട്, പിക്ചേഴ്സ് ഉണ്ട് എന്നൊക്കെയാണ് പുള്ളി പറയുന്നത്. അച്ഛന്റെ കൂട്ടുകാരന്റെ മൊബൈലിലോട്ട് നിരന്തരം വിളിക്കുക, സംസാരിക്കുക, അങ്ങനെയുള്ള വല്ലതും ചെയ്യോ എന്നുള്ളതൊക്കെ പുള്ളിക്കാരൻ പറയുന്ന അലിഗേഷൻ വിത്ത് തെളിവൊക്കെയാണ് പുള്ളി പറയുന്നത്. ഇനി ആര്യ എന്ന് പറഞ്ഞ ആ വ്യക്തിന്റെ ഒരു എന്താ പറയുക പ്രതികരണം കൂടി വന്നാലേ നമുക്ക് ഇതിനൊരു കൺക്ലൂഷൻ എന്നുള്ള ലെവലിൽ നിൽക്കുള്ളൂ. കൺക്ലൂഷനൊക്കെ ഉണ്ടെങ്കിൽ ഇത് കേസൊക്കെ കോടതി നിൽക്കുന്നതാണ്, കോടതി തീരുമാനിക്കേണ്ടതാണ്. എന്നിരുന്നാൽ കൂടി ഇതിന്റെ ഒരു കൺക്ലൂഷൻ എന്താണെന്നുള്ളത് അല്ലെങ്കിൽ നമുക്ക് വ്യക്തത ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന വ്യക്തിയും കൂടി ഒരു വിശദീകരണമായിട്ട് വരേണ്ടത് അനിവാര്യമായിട്ടുള്ള ഒരു ഘടകമാണ്. പക്ഷെ വരുമോ ഇല്ലയോ എന്നുള്ള കാര്യമൊന്നും നിലവിൽ അറിയില്ല. കാരണം അവരുടെ ഒരു സ്റ്റാർട്ടത്തെ ബാധിക്കുന്ന തരത്തിലുള്ള ഒരു അലിഗേഷനാണ് ഇപ്പോൾ പൊക്കോണ്ടിരിക്കുന്നത്. വീണ്ടും വന്നിട്ട് അതിനൊരു മെഴുകാൻ നിൽക്കുമോ എന്നുള്ള കാര്യം അറിയില്ല. മെഴുകി കഴിഞ്ഞാൽ അത്രയും നല്ല. കാരണം കുറച്ചു പേരും കൂടി അറിയാൻ പറ്റും എന്താണെന്നുള്ളത്. അല്ലാതെ മിണ്ടാതിരുന്നതിന് ചിലപ്പോൾ ചിലവര് കുറച്ചുപേര് ഇയാൾ പറയുന്നത് ശരിയാണെന്ന് പറഞ്ഞിട്ട് എടുക്കും. അപ്പൊ അതുകൊണ്ട് പ്രേക്ഷകരെ ഒന്ന് ശ്രദ്ധിക്കൂ. റിയൽ ഈസ് നോട്ട് റിയൽ എന്നുള്ളൊരു ബോധ്യം വേണം. അല്ലാതെ നമ്മൾ ഈ ക്യാമറയിൽ മുന്നിൽ കാണുന്ന പലതും അല്ല പുറത്ത് വരുമ്പോ ആൾക്കാരുടെ ഒരു ഇത്. ഇപ്പൊ ഈ പറഞ്ഞ പോലെ ക്യാമറ മുന്നിൽ കാണുമ്പോൾ ചിലപ്പോൾ ഇയാൾ ഇതൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. ചിലപ്പോൾ ക്യാമറ ഓഫാക്കി അതിന്റെ പുറകിൽ എന്താണെന്ന് അറിയില്ല. അതുപോലെ തന്നെയാണ് ഈ പെൺകുട്ടിന്റെ ക്യാമറ മുന്നിൽ വരുമ്പോൾ ചിരിച്ചു കാണിക്കുമ്പോൾ ക്യാമറ ഓഫാക്കി കഴിഞ്ഞാൽ പുറത്ത് ചിലപ്പോൾ ഇങ്ങനെയുള്ള രൂപങ്ങളായിരിക്കും ചിലപ്പോൾ വരിക. അപ്പൊ അതുകൊണ്ട് ആരിനെയും നമ്മൾ കണ്ണടിച്ച് വിശ്വസിക്കാൻ പറ്റില്ല.